സംസ്ഥാനത്ത് 2 ദിവസങ്ങളിലായി നടന്ന അപകടങ്ങളിൽ യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. കോഴിക്കോട്ടും എറണാകുളത്തും അപകടത്തിൽപ്പെട്ടവർ രക്ഷപ്പെട്ടെങ്കിലും മടപ്പള്ളിയിൽ അപകടത്തിൽപ്പെട്ട 3 വിദ്യാർത്ഥികൾ ചികിത്സയിലാണ്. താമരശ്ശേരി ചുരത്തിൽ തീപിടിച്ച കാറിൽ നിന്നും യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. മാതൃഭൂമി കോഴിക്കോട് നിന്നുള്ള വാർത്ത. അമിത വേഗത, അശ്രദ്ധ, കുരുതിക്കളമാകുന്ന റോഡുകൾ. കോഴിക്കോട് ഫറോക്കിൽ KSRTC ബസ്സിനടിയിൽപ്പെടാതെ കോടമ്പുഴ സ്വദേശി ഫിറോസ് രക്ഷപ്പെട്ടത് അത്ഭുതകരമായാണ്. കോഴിക്കോട് നിന്നും കോട്ടയം പോകുന്ന സൂപ്പർഫാസ്റ്റ് ബസ്സാണ് ബൈക്കിലിടിച്ചത്. ബൈക്കിൽ നിന്ന് തെറിച്ചു വീണ ഫിറോസ് പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. വടകര ദേശീയപാതയിൽ സീബ്ര ലൈൻ ക്രോസ് ചെയ്യുകയായിരുന്ന വിദ്യാർത്ഥികളെ സ്വകാര്യ ബസ് ഇടിക്കുന്ന ദൃശ്യമാണ് ഇത്. ഇടിച്ചതിനു ശേഷം ബസ് ജീവനക്കാർ ഓടി രക്ഷപ്പെടുന്നതും കാണാം. പരിക്കേറ്റ വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഓടി രക്ഷപ്പെട്ട ജീവനക്കാർക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ നിന്ന് പുക വരുന്നത് കണ്ട് യാത്രക്കാർ വാഹനത്തിൽ നിന്നും ഇറങ്ങിയോടി. പിന്നാലെ വാഹനം ആളിക്കത്തി. താമരശ്ശേരി ചുരത്തിൽ ഇന്ന് രാവിലെ നടന്ന അപകടമാണിത്. യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. എറണാകുളത്തെ ചമ്പക്കര തൈക്കുടം പാലത്തിൽ ടാങ്കർ ലോറി തെന്നിമാറിയത് വലിയ ആശങ്ക സൃഷ്ടിച്ചു. തൃപ്പൂണിത്തുറയ്ക്ക് പോകുന്ന ഭാഗത്താണ് പാലത്തിന്റെ മുകളിൽ ലോറി തെന്നിമാറിയത്. മറ്റപകടങ്ങൾ സംഭവിക്കാതിരുന്നത് ആശ്വാസകരമായി. അപകടത്തെ തുടർന്ന് മണിക്കൂറുകൾ നീണ്ട ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടു. റോഡിലെ അമിത വേഗതയും അശ്രദ്ധയും കാരണം അപകടങ്ങൾ വർദ്ധിക്കുന്നു. ജീവന് വില കൽപ്പിക്കാതെ മരണപ്പാച്ചിൽ നടത്തുന്ന വാഹനങ്ങൾക്ക് കടിഞ്ഞാൺ ഇട്ടേ പറ്റൂ. വാഹനങ്ങളിൽ തീ പടരുന്നതും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി, കോഴിക്കോട്.